നമ്മളെല്ലാം പ്രേം നസീർ ഫൗണ്ടേഷന്റെ റെപ്രസെന്റ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വർഷത്തെ പ്രേം നസീർ അവാർഡ് അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അത് മുടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അത് വീണ്ടും തുടങ്ങുകയാണ്. അത് പ്രസിദ്ധ സംവിധായകനായിട്ടുള്ള പ്രിയദർശനാണ് ഈ മാസം 16-ാം തീയതി നസീർ സാറിന്റെ അദ്ദേഹത്തിന്റെ സ്മൃതി ദിനത്തിൽ നമ്മൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. ഇതിൽ അവാർഡുകൾ സ്വീകരിച്ചിട്ടുണ്ട് തൃശ്ശൂർ സുകുമാരൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, പി ഭാസ്കരൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ആറന്മുള പൊന്നമ്മ, മധു സാറ്, അങ്ങനെ മോഹൻലാല്, സുരേഷ് ഗോപി തുടങ്ങി നിരവധി ആൾക്കാർ. 20ാമത്തെ അവാർഡാണ് പ്രിയദർശന് കിട്ടുന്നത്. അതിനു മുമ്പ് ഒത്തിരി എല്ലാവരും വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. യേശുദാസ്, ദേവരാജൻ മാസ്റ്റർ, സേതുമാധവൻ സാറ്, വിൻസൻ മാസ്റ്റർ, ജഗദീഷ് ശ്രീകുമാർ, സുകുമാരി, ബാലേന്ദ്ര മേനോൻ, സൂര്യകൃഷ്ണമൂർത്തി, ഹരിഹരൻ തുടങ്ങിയവരാണ് മുൻ വർഷങ്ങളിൽ ഇത് വാങ്ങിച്ചത്. ഇത് നമ്മുടെ ഒരു കമ്മിറ്റി, ഷാജി കൈലാസ് ചെയർമാൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റി ആണ് ഇത് അദ്ദേഹത്തെ പ്രിയദർശനെ തെരഞ്ഞെടുത്തത്. അതിൻ്റെ അകത്ത് രഞ്ജിത്ത് രജപുത്ര, മേനക സുരേഷ് എന്നിവരാണ് അതിലെ മറ്റംഗങ്ങൾ, ജഡ്ജിങ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. ചെയർമാൻ സുരേഷ് കുമാർ അതിലെ വേറൊരു അംഗവുമായിട്ടാണ് ഈ കമ്മിറ്റിയാണ് പ്രിയദർശനെ തെരഞ്ഞെടുത്തത്. അപ്പം ഇത് അദ്ദേഹത്തിന് ശില്പവും ഫലകവും എല്ലാം നൽകുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രിയദർശനെ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 40ഓളം വർഷങ്ങളായിട്ട് പ്രിയദർശൻ സജീവമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്തിട്ടുള്ളൊരു മലയാള സൗത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സംവിധായകനാണ്. ശരിക്കും ഹിന്ദിയിലും എനിക്ക് തോന്നുന്നു പ്രിയൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പടവും കൂടെ കഴിഞ്ഞാൽ ഹിന്ദിയിലും ഏറ്റവും കൂടുതൽ പടം ചെയ്യുന്ന പ്രിയനായിരിക്കും. എന്ന് വെച്ചാൽ ഡേവിഡ് ധവാനാണ് ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ളതെന്നാണ് എന്റെ ഓർമ്മ. അതിലും കൂടുതൽ പടങ്ങൾ പ്രിയൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത തന്നെ പ്രിയന്റെ 100ാമത്തെ ചിത്രത്തിൽ എത്താൻ പോവുകയാണ്. അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ വിപുലമായ രീതിയിൽ അദ്ദേഹത്തിന് അവിടെ ഒരു സ്വീകരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനുശേഷം 16-ാം തീയതി വൈകിട്ട് അതിനുശേഷം നസീർ സാറിന്റെ പടത്തിലെ പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു ഗാനമേള, അതിൻ്റെ ഒപ്പം പ്രിയന്റെ സിനിമകളുടെ പാട്ടുകൾ ഉണ്ടാവും. ഇതാണ് 16-ാം തീയതി പ്രോഗ്രാം. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, നിസ്സീമമായ സഹകരണം വേണം. എല്ലാവരും എത്തി ഈ പ്രോഗ്രാം വലിയൊരു വിജയമാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു.